ഹലോ, ഈ ഒരു പേപ്പർ സോഡ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈക്വൽ സൈസുള്ള 2 A4 പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പേജോ എടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതിൽ ഒരു പേജ് എടുത്തിട്ട് അതിനെ ഒന്ന് 2 ഈക്വൽ പാർട്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇവിടെ ഫോം ചെയ്യും. എന്നിട്ട് അതിനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് 2 സൈഡിലും നമ്മളിതിനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു വട്ടം കൂടെ നമ്മൾ 2 സൈഡും ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ, ഇതിന് ഒരു വട്ടം കൂടെ മടക്കിയെടുക്കാനുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ആയെടുത്ത ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു വട്ടം കൂടെ മടക്കിയെടുക്കും. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 1 2 3 വട്ടമാണ് നമ്മൾ ഇതിനെ ഒന്ന് മടക്കിയെടുക്കുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സേർഡിൻ്റെ കുത്തുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിത് വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ 3 വട്ടം മടക്കിയെടുത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇനി ഒന്നിങ്ങനെ ഈ ഒരു രീതിക്ക് മടക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് പോർഷൻ ഇതിൽ വെട്ടി മാറ്റണം കേട്ടോ. അപ്പം ആ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു ലൈനിന് ഈക്വലായിട്ട് അതൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് ആവുന്ന ഏകദേശം നല്ല രീതിക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ച രീതിയിൽ വേണം സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു പോർഷൻ ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ നമ്മൾ പിടിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും, ആ ഒരു പോർഷനാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അടുത്ത പേപ്പർ എടുക്കണം കേട്ടോ. അടുത്ത പേപ്പർ എടുത്തിട്ട് ഇതേ രീതിയിലൊന്നും കൂടെ ചെയ്യാനുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ടാമത്തെ പേപ്പർ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പേപ്പർ എടുത്തിട്ട് അതിനൊന്നും ഇതേ രീതിയിൽ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഈക്വൽ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പിന്നെയും ഒരു വട്ടം കൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ നമ്മൾ വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്നും കൂടെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടും ഈ ഒരു ക്രാഫ്റ്റിന് അത്യാവശ്യമായിട്ടുള്ളതാണ് കേട്ടോ, അതിൻ്റെ വേസ്റ്റ് പോർഷനൊന്നും അല്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ രണ്ടാമത്തെ പേപ്പറിൽ ഇനി ബാലൻസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സേർഡിൻ്റെ ഹാൻഡ് പോർഷൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം അവിടെ ഒരു ലൈൻ കാണുന്നുണ്ട്, ആ ഒരു ലൈൻ ചെറിയ പോർഷനും, ആ ഒരു ചെറിയ പോർഷനെ ഒന്ന് മടക്കിയെടുക്കുക, അതായത് ഈക്വൽ സൈസായിട്ട് മടക്കിയെടുക്കുക. അതിനെ പിന്നെ ഒന്നും കൂടെ മടക്കിയെടുക്കുക. ആ ഒരു വിഡ്ത്തിലാണ് ഈ ഒരു സേർഡ് ഉണ്ടാവുന്നത് കേട്ടോ. എന്നിട്ട് അതേ രീതിയിൽ തന്നെ മടക്കി ഇങ്ങനെ പോവുക. മടക്കി പോകുന്ന സമയത്ത് അതിൻ്റെ എൻഡ് പോർഷൻ എത്തുമ്പോൾ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് പോർഷൻ ചെയ്തെടുക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു പോർഷനില്ലേ, ഫസ്റ്റ് പേപ്പർ വെച്ചിട്ടുള്ള അതിനകത്തേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അവിടെ നല്ല രീതിക്ക് നിന്നോളൂ കേട്ടോ. ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ, അപ്പം ഈ ഒരു സേർഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു പോർഷൻ കാണിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ പോലൊരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 സ്ക്വയറുകൾ നമ്മൾ ചെറിയത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പോർഷന് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന രീതിയിൽ 2 വട്ടം മാത്രമേ ഇത് മടക്കുന്നുള്ളൂ കേട്ടോ. മടക്കിയിട്ട് ഇതിൽ കോൺ പോർഷൻ പോലുള്ളൊരു ഭാഗം പുറത്തേക്ക് നിൽക്കും. അതിനൊന്ന് നമ്മൾ ഈക്വലായിട്ടൊന്ന് മടക്കിയെടുത്തിട്ട് അത് തുറന്നിട്ടൊന്ന് ഉള്ളോട്ട് കൂടെ വെക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് മറ്റേ സ്ക്വയറും കൂടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ മൊത്തം അത് ഫ്ലോപ്പായി പോകും കേട്ടോ. അതായത് ഇനി നമ്മൾ ഇതേ രീതി ചെയ്ത് വെച്ചാൽ മറ്റേ പേപ്പറും കൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ച അതേ രീതിയിൽ തന്നെ ചെയ്യണേ. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പം ഇതേ രീതിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ചെയ്തിട്ട് അതിൻ്റെ ഹാൻഡ് പോർഷനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ കംപ്ലീറ്റ് ആവുക. എന്നിട്ടൊന്ന് ഉള്ളോട്ടേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഇവിടെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു പോർഷനിലൊന്ന് ഗമ്മ് വെച്ചിട്ടൊന്ന് സെക്യൂറും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയാണ് ഒട്ടിച്ചിട്ടുള്ളത്, തന്നെ 2 സൈഡിലും അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സേർഡിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.